കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്രാഫ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നല്ലേ, കണ്ടു നോക്കിയാലോ? ഒരു പഴയ ഫോട്ടോ ഫ്രെയിമിൻ്റെ ബേസാണിത് കേട്ടോ. ആദ്യം തന്നെ ഞാനിതിൽ വൈറ്റ് പെയിൻ്റ് അടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അക്രിലിക് പെയിൻ്റാണിത്. വളരെ ലൈറ്റായിട്ടാണ് ബേസ് കോട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഫിനിഷ് ആയ ശേഷം ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്തു. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ബ്രൗൺ പെയിൻറ്റും വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു യെല്ലോ ഒക്കെ ഒരു ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിട്ട് ഇത് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് ഒരു കാൽ ഭാഗം വരെ ഈ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അടുത്ത കാൽ ഭാഗത്ത് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇനി ഒരു ഓറഞ്ച് കളറിലെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കൊട്ടാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ വരയ്ക്കുന്ന ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാനുള്ളതാണ്. ഇതിൻ്റെ അത് ഒരു ലെയറോടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലൊന്ന് മടക്കി കൊടുക്കുക. ഇത് ഈ പോർഷൻ ഇങ്ങനെ മുറിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇനി അത് നമുക്കിവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി അകത്തെ ലെയർ കാണിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതൊരു ഓപ്പണിംഗ് ആണ്, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി മുകളിലത്തെ ഗോപുരം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ വേറൊരു പേപ്പർ എടുത്ത് രണ്ടാമത് മടക്കി ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു ഗോപുരം കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കോട്ടയുടെ മുകളിൽ ഒരു ലെയർ കൂടെ വേണം. അതിന് ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതും കൂടെ മുകളിലൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കൊട്ടാരം ഏകദേശം ഒന്ന് സെറ്റായി കിട്ടും. ഇനി ഇതിൻ്റെ ഫ്ലോർ ചെയ്യാനുണ്ട്. അതിന് ആദ്യം ഇങ്ങനെ സ്കെച്ച് പെൻ കൊണ്ട് ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ചരിച്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൊടുക്കാനായിട്ട് കളറ് നമ്മൾ ഏറ്റവും മുകളിൽ കൊടുത്തതിനേക്കാളും ഡാർക്കും നടുക്ക് കൊടുത്തതിനേക്കാളും ലൈറ്റും ആയിട്ടുള്ളൊരു ഷെയ്ഡ് ആണ് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നിടവിട്ട കളങ്ങളിൽ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഫ്ലോറിൻ്റെ ഫീല് കിട്ടും. ഇനി നമ്മുടെ ഉള്ള പോസ്റ്ററിൽ നിന്ന് മഞ്ജു ചേച്ചിയുടെ ഫിഗർ മാത്രം ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിവിടെ കറക്റ്റ് പൊസിഷനിൽ ഒട്ടിച്ച് കൊടുക്കാം. ഇനി മോൾഡിറ്റ് ക്ലേ ഉപയോഗിച്ചിട്ട് മുഖവും അതുപോലെ തന്നെ അപ്പർ ബോഡിയും അതുപോലെ തന്നെ കാലുകളും ചെയ്ത് കൊടുക്കാം. മുഖത്തിൻ്റെ ഫിഗർ നമ്മൾ ചെയ്യുന്നില്ല, ശരിക്കും നമ്മളത് വെട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും ചെറിയ ഫേസ് ആയതുകൊണ്ട് ചെയ്താൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ബാക്കി പോർഷനൊക്കെ നമ്മൾ ഈ പടത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ ട്രേസ് എടുക്കുന്ന പോലെ ഒട്ടിച്ചെടുത്താൽ മതി ക്ലേ. നമ്മുടെ ക്ലേ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ബേസ് കോട്ടായിട്ട് വൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഒരു ബ്രൗൺ പേപ്പർ ബാഗ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ അകത്ത് മഞ്ജു ചേച്ചിയുടെ ഡ്രസ്സിലുള്ള കളേഴ്സ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഈ സിയാൻ കളറും അതുപോലെ തന്നെ റെഡ് കളറും പിന്നെ കുറച്ച് വൈറ്റ് ഡിസൈനൊക്കെ ഉണ്ട് അവിടെ ഇവിടെയും. അപ്പോൾ വൈറ്റ് കളറും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഉണങ്ങിയ ശേഷം നമ്മളിതിനെ ചെറിയ സ്ട്രിപ്സായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ഡ്രസ്സിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനി ഈ പേപ്പർ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ മുകളിലേക്കും താഴേക്കും മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ പശ തേച്ച് താഴേന്ന് മുകളിലേക്ക് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം പശ തേച്ചിട്ട് ആ പടത്തിലെ സ്കേർട്ടുള്ള പോലെ തന്നെ താഴേന്ന് മുകളിലേക്ക് പയ്യെ ഒട്ടിച്ചെടുക്കുക. 100% പെർഫെക്ഷനിലൊന്നും അല്ല ചെയ്യുന്നത്, ഏകദേശം അതുപോലൊക്കെ ആവുന്നതേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയണേ. ഇതുപോലത്തെ കടലാസ് കൂട് കൊണ്ടുള്ള ഒരു വാൾ ഡെക്കറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്താലും ഇപ്പോൾ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം, ഇഷ്ടമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കണേ. പിന്നെ ഇനി ആദ്യത്തെ ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയർ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയിരിക്കുന്ന വിധം ഒട്ടിച്ചു കൊടുക്കുക. ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാ ലെയറും കംപ്ലീറ്റ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഒരു കൈ വെക്കാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് വെക്കാനുണ്ട്. അതുകൂടെ ക്ലേ ഉപയോഗിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ഡ്രസ്സിന് കളർ കൊടുക്കാം. നല്ല ഡാർക്ക് റെഡ് കളറിലെ ടോപ്പാണ്. ഇനി ആ പോസ്റ്ററിനകത്തൊന്ന് കളർ ചെയ്ത് ഫേസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ക്ലേ കൊണ്ട് നമ്മളൊരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിച്ചിട്ട് മുകളിലും ഒരു ലെയർ ഫെവിക്കോൾ കൊടുക്കാം, ഡീകൂപ്പേജ് ഒക്കെ ചെയ്യുന്ന പോലെ. ഇതിനകത്തൊന്ന് ഫേസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി മുടിയൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറുത്ത ടോയിൻ നൂൽ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഓരോ നൂലും അഴിച്ചെടുക്കണം.
അപ്പോൾ നമുക്ക് ചുരുണ്ട് ചുരുണ്ട് മുടി പോലെ കിട്ടും. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്, പക്ഷേ എന്നാലും അധികം വേണ്ട, നമുക്ക് വളരെ കുറച്ച് മതി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇനി ഈ മുടി നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ പശ തേച്ചിട്ട് പടത്തിൽ കാണുന്ന പോലെ തന്നെ പശ തേച്ചിട്ട് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സ് കിടപ്പുണ്ട്, അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ സൈഡിലുള്ള മുടിയെല്ലാം ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുക. ചുരുണ്ട മുടിയായതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. നീളമുള്ള മുടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇത് കറക്റ്റ് നമുക്ക് ആ പടത്തിലുള്ള പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അധികം വർക്കൊന്നുമില്ല. ഇനി കൈയും കാലും ഒന്ന് ഫേസിലെ സെയിം കളറ് ഒന്ന് മിക്സ് ചെയ്ത് കയ്യിലും കാലിലും അടിക്കണം. അതുപോലെ തന്നെ ഷൂവിന് കളർ കൊടുക്കണം. ഷൂവിന് ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഷൂ ആണ്, അപ്പം അത് കൊടുക്കുക. പിന്നെ കൈക്കും കാലിനും സ്കിന്നിന് കളർ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഉണ്ട്. അത് ബ്ലാക്ക് മെറ്റലിൻ്റെ പോലത്തെ ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് ബ്ലാക്ക് കളറിൽ കളർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് സിൽവർ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ പോസ്റ്ററുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ 1 മുതൽ 10 വരെ എത്ര മാർക്കാണ് റേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.